കാടിൻ്റെ മകനായ പ്രകാശ് ചന്തളത്തിൻ്റെ കവിത കാട് ആരത് കവിമുഖത്ത് നിന്ന് പഠിക്കാനായി മുത്താലം വിവേകാനന്ദ വിദ്യാലയത്തിലെ കുട്ടികൾ കവിയോടൊപ്പം പഠനയാത്ര നടത്തി. കക്കാടംപൊയിൽ കരിമ്പ് വനമേഖലയിൽ നടന്ന പരിപാടി നാടൻപാട്ട് കലാകാരിയും ദേശീയ അവാർഡ് ജേതാവുമായ KT പ്രകാശിനി ഉദ്ഘാടനം ചെയ്തു. കാടിൻ്റെ മകനായ പ്രകാശ് ചന്തളത്തിൻ്റെ കവിത കാട് ആരത് കവിമുഖത്ത് നിന്ന് തന്നെ പഠിക്കാനായി മുത്താലം വിവേകാനന്ദ വിദ്യാലയത്തിലെ കുട്ടികൾ കവിയോടൊപ്പം പഠനയാത്ര നടത്തി. കക്കാടംപൊയിൽ കരിമ്പ് വനമേഖലയിൽ പ്രധാനാധ്യാപിക മിനി സ്വരാജിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി നാടൻപാട്ട് കലാകാരിയും ദേശീയ അവാർഡ് ജേത്രിയുമായ KT പ്രകാശിനി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഊരുമൂപ്പൻ ചാത്തുക്കുട്ടിയുടെ നേതൃത്വത്തിൽ കവി പ്രകാശ് ചന്തളത്തോടൊപ്പം കുട്ടികൾ വനയാത്ര നടത്തി. കവിതയ്ക്ക് പശ്ചാത്തലമായ കാട്ടിലിരുന്ന് കവിതയും ആസ്വദിച്ചു. വരികളിൽ കവി ആവിഷ്കരിച്ച കാടിൻ്റെ മണവും ഭാഷയും പാട്ടും കഥകളും നേരിട്ടനുഭവിക്കാനും കുട്ടികൾക്ക് കഴിഞ്ഞു. കാടിൻ്റെ അവകാശികളും സന്താനങ്ങളുമായ കിളികളും മൃഗങ്ങളും വനവാസികളായ മനുഷ്യരും വലിയ ആശങ്കയിലാണെന്നും വരുന്ന തലമുറയ്ക്ക് കാട് കേട്ടുകേൾവി മാത്രമായിരിക്കുമെന്നും കവി പറഞ്ഞു. ഊരുമൂപ്പൻ ചാത്തുക്കുട്ടി, KT പ്രകാശിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രവി കക്കാടംപൊയിൽ, ഷിബു അഗസ്റ്റിൻ പ്ലാക്കൂട്ടത്തിൽ, അധ്യാപകരായ ഉമേഷ് TK, ശിവദാസൻ K, അമൃത, റീജാമണി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.